നമസ്കാരം. സഭാവിശേഷങ്ങളുമായി മാർത്തോമ ന്യൂസ്. കുവൈറ്റ് ലേബർ ക്യാമ്പ് ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് സാന്ത്വനമായി മലങ്കര മാർത്തോമ സുറിയാനി സഭ. ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്തയും മറ്റ് മേൽപ്പട്ടക്കാരും സഭാ ഭാരവാഹികളും വികാരി ജനറൽമാരും വൈദികരും ജനങ്ങളും ഭവനങ്ങൾ സന്ദർശിച്ച് ബന്ധുക്കൾക്ക് ആശ്വാസം പകർന്നു. പുനലൂർ നരിക്കൽ ബഥേൽ മാർത്തോമ ഇടവകാംഗം, വാഴവിള, അടിവള്ളൂർ സാജൻ വില്ലയിൽ സാജൻ ജോർജ്, കീഴ്വായ്പൂർ സെന്റ് തോമസ് മാർത്തോമ ഇടവകാംഗം, തേവറോട്ട് സിബിൻ ടി എബ്രഹാം, അട്ടച്ചാക്കൽ സെന്റ് തോമസ് മാർത്തോമ ഇടവകാംഗം സജു വർഗീസ് എന്നിവരുടെ അകാല വിയോഗം നാടിനെയും ഇടവക ജനങ്ങളെയും ദുഃഖത്തിലാഴ്ത്തിയിരുന്നു. ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത, ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത, മാത്യൂസ് മാർ മക്കാരിയോസ് എപ്പിസ്കോപ്പ, സീനിയർ വികാരി ജനറൽ വെരി റെവറൻ ജോർജ് മാത്യു, സഭാ സെക്രട്ടറി എബി ടി മാമൻ, ആത്മായ ട്രസ്റ്റി അഡ്വക്കേറ്റ് ആൻസൽ സക്കറിയ കോമാട്ട്, വൈദിക ട്രസ്റ്റി റെവറൻ ഡേവിഡ് ഡാനിയൽ തുടങ്ങിയവർ ഭവനങ്ങൾ സന്ദർശിച്ച് ബന്ധുക്കളെ ആശ്വസിപ്പിച്ചു. അട്ടച്ചാക്കൽ സെന്റ് തോമസ് പള്ളിയിൽ നടന്ന സംസ്കാര ശുശ്രൂഷകൾക്ക് ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പോലീത്തയും ഡോക്ടർ മാത്യൂസ് മാർ മക്കാരിയോസ് എപ്പിസ്കോപ്പയും നേതൃത്വം നൽകി. കീഴ്വായ്പൂർ സെന്റ് തോമസ് പള്ളിയിൽ നടന്ന ശുശ്രൂഷകളിൽ തോമസ് മാർ തെമത്യോസ് എപ്പിസ്കോപ്പയും മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പയും കാർമ്മികരായി. നരിക്കൽ ബഥേൽ മാർത്തോമ പള്ളിയിൽ നടന്ന ശുശ്രൂഷകളിൽ കൊട്ടാരക്കര ഭദ്രാസനാധ്യക്ഷൻ ഡോക്ടർ തോമസ് മാർ തീത്തൂസ് എപ്പിസ്കോപ്പ നേതൃത്വം വഹിച്ചു. പുതിയ സംവത്സരങ്ങളുടെ ആവശ്യമായുള്ള എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ദൈവത്തിൽ നിന്ന് നൽകി മാർത്തോമാവിഷന്റെ പ്രവർത്തനങ്ങളെ ഏറെ അനുഗ്രഹപ്രദമായി തീർക്കട്ടെ എന്നത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ ഔദ്യോഗിക ഓൺലൈൻ ചാനൽ മാർത്തോമ വിഷന് 1 വയസ്സ്. സഭയുടെ നൂതന കാൽവയ്പായി ആരംഭിച്ച ചാനൽ പ്രക്ഷേപണം ആരംഭിച്ചിട്ട് ജൂൺ 16 1 വർഷം പൂർത്തിയായി. മാർത്തോമ സഭയുടെ വാർത്തകളും മാർത്തോമ സഭയിൽ തന്നെ സംഭവിക്കുന്നതായിട്ടുള്ള വിശേഷ അവസരങ്ങളും ജനങ്ങളിൽ എത്തിക്കണം എന്ന ശ്രമത്തിൻ്റെയും ഫലമായിട്ടാണ് മാർത്തോമ വിഷൻ രൂപം കൊണ്ടത്. കഴിഞ്ഞ വർഷം മെയ് 22 സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത ഉദ്ഘാടനം നിർവഹിച്ച ചാനൽ 1 മാസം നീണ്ട ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ജൂൺ 16 പ്രോഗ്രാമുകൾ ആരംഭിക്കുകയായിരുന്നു. 1 വയസ്സ് പൂർത്തിയാക്കിയ ചാനലിന് ആശംസകൾ നേർന്ന് ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത കേക്ക് മുറിച്ച് ആഹ്ലാദം പങ്കിട്ടു. മാർത്തോമ വിഷൻ പ്രവർത്തനം സഭയ്ക്ക് അനുഗ്രഹമാണെന്നും സജീവമായി മുന്നോട്ടു പോകാൻ കഴിയട്ടെ എന്നും മെത്രാപ്പോലീത്ത ആശംസിച്ചു. ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ വലിയ മെത്രാപ്പോലീത്ത സ്മാരക ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ ലളിതമായ ചടങ്ങിൽ ഡോക്ടർ യുയാക്കീം മാർ കുർലോസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത പ്രാരംഭ പ്രാർത്ഥന നടത്തി. എപ്പിസ്കോപ്പമാരായ തോമസ് മാർ തെമത്യോസ്, ഡോക്ടർ ഐസക് മാർ ഫിലിക്സനോസ്, സഖറിയാസ് മാർ അപ്രേം, സീനിയർ വികാരി ജനറൽ വെരി റെവറന്റ് ജോർജ് മാത്യു, സഭാ സെക്രട്ടറി റെവറൻ എബി ടി മാമൻ, ആത്മായ ട്രസ്റ്റി അഡ്വക്കേറ്റ് ആൻസൽ സക്കറിയ കോമാട്ട്, വൈദിക ട്രസ്റ്റി റെവറൻ ഡേവിഡ് ഡാനിയൽ, വിവിധ സംഘടനാ ഭാരവാഹികൾ, സഭാ കൗൺസിൽ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ ദൗത്യ വഴിയിലെ കാഴ്ചകളും വിശേഷങ്ങളുമായി സഭയുടെ ഔദ്യോഗിക ഓൺലൈൻ ചാനൽ മാർത്തോമ വിഷൻ അനുഗ്രഹീതമായി പ്രവർത്തിച്ചു വരുന്നു. സഭയുടെ നൂതന കാൽവയ്പായി ആരംഭിച്ച ചാനൽ 2023 മെയ് 22 മാർത്തോമ മെത്രാപ്പോലീത്ത ഉദ്ഘാടനം ചെയ്തു. 1 മാസം നീണ്ട ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ജൂൺ 16 സഭാ വാർത്തകളോടുകൂടി ചാനൽ പ്രോഗ്രാമുകൾ ആരംഭിച്ചു. ആദ്യഘട്ടമായി വ്യാഴാഴ്ച വൈകുന്നേരം 7 സ്പെഷ്യൽ പ്രോഗ്രാമുകളും വെള്ളിയാഴ്ച വൈകുന്നേരം 7 സഭാ വാർത്തകളും പ്രക്ഷേപണം ചെയ്തു വരുന്നു. മാരാമൺ കൺവെൻഷനോടനുബന്ധിച്ച് 2 ആഴ്ച നീണ്ട സ്പെഷ്യൽ പ്രോഗ്രാമുകൾ പ്രത്യേകമായി ഒരുക്കി. കൺവെൻഷന് മുമ്പായി മാരാമൺ ഒരുക്കങ്ങൾ, വ്യത്യസ്തമായ ആളുകളുടെ അനുഭവങ്ങൾ, ഓർമ്മകൾ തുടങ്ങിയവ നൽകുകയുണ്ടായി. കൺവെൻഷൻ്റെ ആഴ്ചയിൽ എല്ലാ ദിവസവും അതത് ദിവസത്തെ യോഗങ്ങളുടെ റിപ്പോർട്ടുകളും പ്രക്ഷേപണവും മാരാമൺ മൊമെന്റ്സ് എന്ന രീതിയിൽ പ്രക്ഷേപണം ചെയ്തു. വലിയ നോമ്പ് കാലത്തെ മുംബൈ ഭദ്രാസനത്തിലെ യുവജനങ്ങൾ നേതൃത്വം നൽകി അവതരിപ്പിച്ച 50 ദിവസം നീണ്ട നോമ്പ് ധ്യാനം ധന്യമായ അനുഭവമായിട്ട് പരിണമിച്ചു. വരുന്ന ആളുകളിൽ മാർത്തോമ വിഷൻ ചാനലിലെ പ്രവർത്തനങ്ങൾ സഭയ്ക്ക് അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാർത്തോമ വിഷൻ ചാനലിന് മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ എല്ലാ ആശംസകളും ഞാൻ ഈ അവസരം നേരുകയും ചെയ്യുന്നു.
മാർത്തോമാ സഭയിലെ ആദ്യ വനിതാ ദൈവശാസ്ത്ര ബിരുദധാരിയും സ്ത്രീപക്ഷ ദൈവശാസ്ത്ര ചിന്തകയുമായ ഡോക്ടർ അന്നമ്മ ജോർജിന്റെ ജന്മശതാബ്ദി വാർഷികത്തിൽ അനുസ്മരണമൊരുക്കി മാർത്തോമാ സഭ. കോട്ടയം മാങ്ങാനം തോമസ് മാർ അത്താനാസ്യോസ് മെമ്മോറിയൽ ഓറിയന്റേഷൻ ആൻഡ് റിസർച്ച് സെന്ററിൽ നടന്ന അനുസ്മരണ സമ്മേളനം കോട്ടയം കൊച്ചി ഭദ്രാസനാധ്യക്ഷൻ തോമസ് മാർ തമത്യോസ് എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു. സഭാ ജീവിതത്തിലും പൊതുസമൂഹത്തിലും മുഖ്യധാരയിൽ തിളങ്ങിയ വ്യക്തിത്വമായിരുന്നു ഡോക്ടർ അന്നമ്മ ജോർജ് എന്ന് മാർ തമത്യോസ് എപ്പിസ്കോപ്പ അനുസ്മരിച്ചു. ഫെമിനിസ്റ്റ് തിയോളജിസ്റ്റ് ഡോക്ടർ കൊച്ചുറാണി എബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി. സെന്റർ ഡയറക്ടർ റവറൻ ബോബി മാത്യു, മാർത്തോമാ സുവിശേഷ സേവികാ സംഘം ജനറൽ സെക്രട്ടറി റേച്ചൽ ജോർജ് എന്നിവർ സംസാരിച്ചു. മാർത്തോമാ സുവിശേഷ സേവികാ സംഘം ഓർഗനൈസിംഗ് സെക്രട്ടറിയായും മറ്റും ദീർഘകാലം പ്രവർത്തിച്ച ഡോക്ടർ അന്നമ്മ ജോർജിന്റെ സ്ത്രീപക്ഷ വഴികൾ കോർത്തിണക്കിയ ഹ്രസ്വചിത്രം ഡോക്ടർ എലിസബeth കുര്യൻ അവതരിപ്പിച്ചു. മുംബൈ ഭദ്രാസനത്തിലെ മാർത്തോമാ നവോദയയുടെയും ക്യാൻസർ പേഷ്യന്റ് എയ്ഡ് അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ട്രാൻസ്ജെൻഡേഴ്സിനായി മെഡിക്കൽ ക്യാമ്പ് താനെ മാർത്തോമാ പാരിഷ് ഹാളിൽ നടത്തി. താനെ മാർത്തോമാ ഇടവക വികാരി റവറൻ വർഗീസ് മാത്യു ഉദ്ഘാടനം ചെയ്തു. 140 ട്രാൻസ്ജെൻഡേഴ്സ് പങ്കെടുത്തു. 30 വോളണ്ടിയേഴ്സ് ക്യാമ്പിന് നേതൃത്വം നൽകി. പങ്കെടുത്തവർക്കെല്ലാം ഭക്ഷണ കിറ്റ് വിതരണം ചെയ്തു. പ്രമുഖ സാഹിത്യകാരൻ ഷാജി ജോർജ് രചിച്ച് ക്രൈസ്തവ സാഹിത്യ സമിതി പ്രസിദ്ധീകരിച്ച മഴ കാത്തുകിടക്കും വിത്തുകൾ എന്ന ഗ്രന്ഥം ദേശീയ വായനാ ദിനത്തിൽ പ്രകാശനം ചെയ്തു. ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്ത ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രക്കൻ മെത്രാപ്പോലീത്തയ്ക്ക് കൈമാറി പ്രകാശന കർമ്മം നിർവഹിച്ചു. ഡൽഹി ഭദ്രാസനാധ്യക്ഷൻ സക്കറിയാസ് മാർ അപ്രീം, സീനിയർ വികാരി ജനറൽ വെരി റവറൻ ജോർജ് മാത്യു, വികാരി ജനറൽ വെരി റവറൻ ഈശോ മാത്യു, സഭാ സെക്രട്ടറി റവറൻ എബി ടി മാമൻ, സുവിശേഷ പ്രസംഗ സംഘം ജനറൽ സെക്രട്ടറി റവറൻ എബി കെ ജോഷുവ, DSMC ഡയറക്ടർ റവറൻ ഉമ്മൻ കെ ജേക്കബ്, CSS സെക്രട്ടറി റവറൻ സാം കോശി തുടങ്ങിയവർ പങ്കെടുത്തു. നോർത്ത് അമേരിക്കൻ ഭദ്രാസനത്തിന്റെ സഹായത്തോടെ പൂനെ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന HCDIയുടെ സഹകരണത്തോടെ ഉപ്പടയിൽ ആരംഭിക്കുന്ന ലൈറ്റ് ലൈഫ് പദ്ധതിയുടെ ഉദ്ഘാടനം ജൂൺ 26 ബുധനാഴ്ച വൈകിട്ട് 4:30 കുന്നംകുളം മലബാർ ഭദ്രാസനാധ്യക്ഷൻ ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പ നിർവഹിക്കും. ഭദ്രാസന ചുമതലക്കാരും ജനപ്രതിനിധികളും പങ്കെടുക്കും. ഡയറക്ടർ റവറൻ ഷിജി സാം, ട്രഷറർ സജിമോൻ PT, കോർഡിനേറ്റർ സജി സൈമൺ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. 300-ലധികം കുട്ടികൾക്കാണ് ഇതിലൂടെ പ്രയോജനം ലഭിക്കുക. US-ലെ സെൻട്രൽ ഫ്ലോറിഡ സർവകലാശാലയിൽ നാനോ ടെക്നോളജി ഒപ്റ്റിക്സ് മെറ്റീരിയൽസ് വിഭാഗം പ്രൊഫസറും ഗവേഷകനുമായ ഡോക്ടർ ജയൻ തോമസിന് ഫുൾ ബ്രൈറ്റ് സ്പെഷ്യലിസ്റ്റ് പുരസ്കാരം. US ആഭ്യന്തര മന്ത്രാലയവും ഫുൾ ബ്രൈറ്റ് ഫൗണ്ടേഷനും ചേർന്നാണ് പുരസ്കാരം നൽകുന്നത്. US-ലെ മികവ് തെളിയിച്ച ശാസ്ത്രജ്ഞർ, ഗവേഷകർ, കലാപ്രവർത്തകർ, പ്രൊഫസർമാർ തുടങ്ങിയവർക്ക് മറ്റ് രാജ്യങ്ങളിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ള രംഗങ്ങളിൽ പദ്ധതി രൂപീകരണത്തിനും മേൽനോട്ടത്തിനും സഹകരണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കുന്നതിനും അവസരമൊരുക്കുകയാണ് പുരസ്കാരത്തിന്റെ ലക്ഷ്യം. നാനോ ടെക്നോളജിയിൽ ശ്രദ്ധേയ ഗവേഷണങ്ങൾ നടത്തിയിട്ടുള്ള ഡോക്ടർ ജയൻ തോമസ് കൊച്ചി സർവകലാശാലയിൽ നിന്നാണ് കെമിസ്ട്രി മെറ്റീരിയൽ സയൻസിൽ PhD സമ്പാദിച്ചത്. ഫ്ലോറിഡ ഒർലാൻഡോ മാർത്തോമാ ഇടവക അംഗമാണ് ഡോക്ടർ ജയൻ തോമസ്. മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘം സുവിശേഷകൻ തോമസ് മാത്യുവിന്റെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ലഭിച്ച ജനകീയ പിന്തുണയിൽ നന്ദി അറിയിച്ച് സംഘം ജനറൽ സെക്രട്ടറി റവറൻ എബി കെ ജോഷുവ. ആശുപത്രിയിലെ 21 ദിവസത്തെ പരിചരണത്തിന് ശേഷം സുവിശേഷകനും മകനും ഓപ്പറേഷന് ശേഷമുള്ള ചികിത്സയ്ക്കും പരിശോധനയ്ക്കുമായി ഹോസ്പിറ്റലിന് സമീപം സംഘം ക്രമീകരിച്ച ഒരു ഭവനത്തിൽ താമസിച്ചു വരുന്നു. രണ്ടുപേരും സൗഖ്യം പ്രാപിച്ചു വരുന്നു. സുവിശേഷ പ്രസംഗ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ ഫെലിക്സ് എപ്പിസ്കോപ്പയുടെ നിർദ്ദേശപ്രകാരം ക്രമീകരിച്ച സാമ്പത്തിക സമാഹരണത്തിൽ പ്രാർത്ഥനയാലും സാമ്പത്തിക സഹായത്താലും സഹകരിച്ച എല്ലാവരോടും വാക്കുകൾക്കതീതമായ കടപ്പാടുണ്ട്. അദ്ദേഹത്തിന് സ്വന്തമായി ഒരു ഭവനം നിർമ്മിച്ചു നൽകുന്നതിന് മെത്രാപ്പോലീത്ത തിരുമേനിയുടെ അഭയം ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുലാട്ടിന് സമീപം വസ്തു ക്രമീകരിക്കപ്പെട്ടു. മാർത്തോമാ സഭ 5 ലക്ഷവും ഗുണഭോക്താവ് 2.5 ലക്ഷവും രൂപ ചിലവഴിച്ചാണ് ഭവനം നിർമ്മിക്കുന്നത്. ശസ്ത്രക്രിയയ്ക്കും പരിശോധനയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി ഇതുവരെ ചിലവായ തുകയുടെ ബാക്കി തുകയിൽ നിന്ന് ഭവന നിർമ്മാണത്തിനുള്ള ഗുണഭോക്താവിന്റെ വിഹിതവും മറ്റും സഭാ ഓഫീസിൽ സംഘം അടച്ചതായും ഭവനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും ജനറൽ സെക്രട്ടറി പറഞ്ഞു. ദൈവാലയങ്ങൾ ദൈവത്തിന്റെ അതുല്യ സ്നേഹത്തിന്റെ മകുടങ്ങളാകണമെന്ന് ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്ത.
ബറോഡ മാർത്തോമ ഇടവകയ്ക്ക് വേണ്ടി നിർമ്മിച്ച ദേവാലയത്തിന്റെ കൂദാശ നിർവഹിച്ച ശേഷം ചേർന്ന പൊതുസമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടവക ജനങ്ങൾ ദൈവവും മനുഷ്യനുമായുള്ള ഉടമ്പടി സമൂഹമായി ക്രിസ്തീയ സാക്ഷ്യം നിർവഹിക്കുന്നവരാകണം. ദൈവത്തിലുള്ള വിശ്വാസവും ആരാധനയും ജീവിത വിശുദ്ധിയും കരുതലും തലമുറകളിലേക്ക് കൈമാറണമെന്നും മെത്രാപ്പോലീത്ത ഉദ്ബോധിപ്പിച്ചു. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ മുഖ്യപ്രഭാഷണം നടത്തി. ദൈവം വിളിച്ചു ചേർക്കപ്പെട്ട രക്ഷിതഗണമായ സഭാംഗങ്ങൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വസിച്ച് ക്രിസ്തുവിനെ ആഴമായി അറിയുവാനും സ്നേഹിക്കുവാനും കഴിയണമെന്ന് അദ്ദേഹം പറഞ്ഞു. ആധ്യാത്മിക പൈതൃകം കൂടുതൽ വളർത്തണം. ക്രിസ്തുവിന്റെ പാതയിൽ സഞ്ചരിച്ച് കരുതലിന്റെ ഹസ്തം സമസ്ത മേഖലകളിലേക്ക് നീട്ടാനും കഴിയണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇടവക വികാരി റവറൻ ഷീജോ എം എബ്രഹാം സ്വാഗതം ആശംസിച്ചു. വികാരി ജനറൽ വെരി റവറൻ തോമസ് കെ ജേക്കബ്, റവറൻ എം ജെ ജോസഫ്, റവറൻ പ്രസാദ് വി കുഴിയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ദേവാലയ പ്രതിഷ്ഠയോടനുബന്ധിച്ച് സുവിശേഷ ശാക്തീകരണത്തിന് പ്രാധാന്യം നൽകുന്ന നിരവധി പ്രൊജക്ടുകൾക്കും ഇടവക രൂപം നൽകി. മാർത്തോമ സഭ റാന്നി നിലയ്ക്കൽ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത, മലങ്കര കാത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസേലിയോസ് ക്ലിമീസ് കാത്തോലിക്ക ബാവ, ജ്ഞാനായ സഭ റാന്നി മെത്രാപ്പോലീത്ത കുര്യാക്കോസ് മാർ ഇവാനിയോസ് എന്നിവരെ സന്ദർശിച്ച് ജന്മദിന ആശംസകൾ നേർന്നു. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ പുതിയ പരമാധ്യക്ഷനായി നിയോഗിതനായ ഡോക്ടർ സാമുവേൽ മാർ തിയോഫിലോസ് മെത്രാപ്പോലീത്തയെയും സഫ്രഗൻ മെത്രാപ്പോലീത്ത സന്ദർശിച്ചു. മാർത്തോമ സഭ മുംബൈ ഭദ്രാസനത്തിലെ യുവജനങ്ങൾക്ക് പുതിയ ദിശാബോധം പകർന്ന യുവജന കോൺഫറൻസ് കാംഷറ്റ് മാർ ക്രിസോസ്റ്റം ആശ്രമത്തിൽ സമാപിച്ചു. 260 യുവജനങ്ങൾ പങ്കെടുത്തു. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ സമാപന സന്ദേശം നൽകി. വികാരി ജനറൽ വെരി റവറൻ തോമസ് കെ ജേക്കബ്, റവറൻ തോമസ് റിനു വർഗീസ്, TC ബെഞ്ചമിൻ IAS, റോബിൻ മാത്യു, റവറൻ സാം മാത്യു, റവറൻ അലക്സ് സി സാമുവേൽ, റവറൻ മനു ഇബ്രഹാം, റവറൻ ക്രിസ്റ്റി ഇബ്രഹാം, റവറൻ ജോയൽ ജോയ് എന്നിവർ വിവിധ സെക്ഷനുകൾക്ക് നേതൃത്വം നൽകി. വിങ്സ് ബാൻഡിന്റെ ഗാന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹീതമായി. സഭയുടെ വിശ്വാസത്തിന്റെയും പാരമ്പര്യങ്ങളുടെയും സംരക്ഷകരും പ്രചാരകരുമാണ് വൈദികരെന്നും ദേശത്തിന്റെ സമഗ്രത ലക്ഷ്യമാക്കി ശുശ്രൂഷ ചെയ്യണമെന്നും മാർത്തോമ സഭ റാന്നി നിലയ്ക്കൽ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത. മെയ് 1 ശുശ്രൂഷയിൽ പ്രവേശിച്ച വൈദികരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു സഫ്രഗൻ മെത്രാപ്പോലീത്ത. റാന്നി വൈക്കം മാർത്തോമ പള്ളിയിൽ നടന്ന യോഗത്തിൽ ഭദ്രാസന ഭാരവാഹികളും പങ്കെടുത്തു. കൂടുതൽ സഭാവിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം മാർത്തോമ വിഷനിലൂടെ. ശാലോം.